ലോകത്തെവിടെ പോയാലും ഈ മലയാള നാടിൻ്റെ പച്ചപ്പും ഹരിതാഭയുമൊക്കെ ഒരു പ്രവാസിയെ മടക്കി വിളിക്കും. അങ്ങനെ നാടിൻ്റെ സ്വച്ഛതയിലേക്ക് പറന്നിറങ്ങി മട്ടുപ്പാവിൽ ഒരു കാർഷിക സ്വർഗമൊരുക്കിയ ഒരു പ്രവാസിയുടെ കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് പരമാവധി ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാവേലിക്കര പുന്നമൂടിനടുത്ത് അമ്പോലിപ്പറമ്പിൽ രാജുവിൻ്റെ 100 സ്ക്വയർ ഫീറ്റുള്ള ടെറസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ടെറസിൽ ഇല്ലാത്തതൊന്നുമില്ല. ഒരു ചെറുനാരകത്തിൽ, ഒരു ബാരലിലെ ചെറുനാരകത്തിൽ നിറയെ ചെറുനാരങ്ങ. നമ്മൾ സാധാരണഗതി ചെറുനാരങ്ങയൊക്കെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഇത് ഓറഞ്ചാണ്, നല്ല ഓറഞ്ച്. ഇതും ബാരലിലാണ്. മിറക്കൽ ഫ്രൂട്ടാണ് ഈ കാണുന്നത്, മിറക്കൽ ഫ്രൂട്ട്. ഇത് കോവൽ. ദിവസം ഒരു 2-3 കിലോ കോവയ്ക്ക പറിക്കാനുള്ള കോവലുണ്ട്. ഒന്നാം തരം കോവയ്ക്ക. താഴേന്ന് പടർത്തി മുകളിലൊരു പന്തലുണ്ടാക്കി വളർത്തിയിരിക്കുന്നതാണ്. വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് കഴിക്കാവുന്ന കോവൽ, പ്രത്യേകിച്ച് യാതൊരു കീടനാശിനികളും. ഇദ്ദേഹത്തിൻ്റെ 2-3 വർഷം പ്രായമുള്ള കോവലാണ്. വർഷങ്ങളോളം നിൽക്കുന്ന കോവൽ എന്ന് പറയുന്നത് നമുക്കൊരു നിത്യ പച്ചക്കറി ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ്. കോവൽ മാത്രമല്ല, ഒരു ചെറിയ പോളി ഹൗസിൽ വഴുതിനയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, വെണ്ടയുണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്. ഓരോ സീസൺ അനുസരിച്ച് 365 ദിവസവും വീട്ടിലേക്ക് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് കൃഷി കൊണ്ട് എന്താ നേടുന്നതെന്ന് ചോദിച്ചാൽ, രായിച്ചാൻ പറയുന്നത് രായിച്ചാൻ്റെ ഒരു സന്തോഷമാണ്. ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ നമുക്കും ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്. ഇത് കണ്ടു തന്നെ അറിയണം. ഇത് വരുന്നവരെല്ലാം ഈ റോഡിൽ കൂടെ പോകുന്നവർക്കെല്ലാം ഇത് എപ്പോഴും നോട്ടും. എപ്പോഴും ആൾക്കാർ ഇതിലോട്ട് മേലോട്ട് നോക്കിയാൽ മതി, ആക്സിഡന്റ് ഉണ്ടാവും ഇവിടെ. ഇത് കഴിക്കുന്നത് നല്ല രസം, ഇത് കാണുന്നതാണ് സന്തോഷം. പിന്നെ ഇതൊക്കെ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഇത് എപ്പോഴും ഇത് നോക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം. ഇതെന്താ ചെറുനാരങ്ങയല്ലേ? അല്ല, ചെറുനാരങ്ങ തന്നെ. അത് നമ്മുടെ സീഡ്ലെസ്സാ. ഇത് എവിടുന്ന് വാങ്ങിച്ചു? ഇത് ഞാൻ ഓംക്രോണിന്റെ ഒരെണ്ണം എത്രത്തോളം ഇത് വിളവുണ്ടാവും? അങ്ങനെ വിളവെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇപ്പൊ സീസൺ കഴിഞ്ഞു. ഇപ്പൊ അങ്ങുഞ്ഞൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ. ഇത് വിൽക്കാറില്ല. ഇത് വിൽക്കുന്ന മോശമല്ല. ആൾക്കാർ വരുക, അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാം, ഞങ്ങൾ എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടും. കുവൈറ്റിന് ഞാൻ കൊടുത്തു വിടും. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രീതി. അതെ സാറേ, ഒത്തിരി പൈസ. പിന്നെ ഇതിന് നല്ല ബലത്തിലാണ്. അതെ അതെ, ഞാൻ പണിക്കാരെ നിർത്തി ഞാൻ തന്നെ ചെയ്യിപ്പിക്കാം. ഡിസൈൻ ചെയ്ത് ട്രിപ്പിഗേഷൻ ആണ് ചെയ്യുന്നത്. അതെ അതെ, ട്രിപ്പിഗേഷൻ. പിന്നെ അപ്പൊ ഇതില് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ട. നമ്മള് വാൽവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം വെള്ളം. ശരി. പിന്നെ ഇത് പുതയിട്ടേക്കുന്നതാണ്. അതെ അതെ, ഇതെല്ലാം പുതയിട്ടിരിക്കും. സാറേ, ഇതിന് അന്ന് ഞാൻ 800 രൂപ വെച്ചാ ഒരു ഡ്രം 2 800 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നേരെ പകുതി വീതം 2 ആക്കാം. 2 എണ്ണത്തിനെ നടാം. മാവിലൊക്കെ ഇതുപോലെ മാങ്ങ ഉണ്ടായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ കാണുമ്പോൾ മാങ്ങ അവിടെ ഉണ്ടായി കിടക്കുന്നത് ഉണ്ടാക്കി കിടക്കുന്നത്. ചെലവാകുന്ന പൈസ ഒന്നും ഞാൻ കൂട്ടുന്നില്ല. ഇത് നമ്മുടെ വീട്ടിലല്ലേ, ഇത് നമ്മുടെ സന്തോഷം, വീട്ടിലെ സന്തോഷം, ടൈം പാസ്. അപ്പൊ രാത്രിയിലൊക്കെ വന്ന് ഇവിടെ ഒന്ന് ഇരിക്കുക, വെള്ളം ഒഴിക്കണേ, രാത്രിയിലും വെള്ളം ഒഴിക്കാൻ, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സൗകര്യം. കൃഷിഭവന്റെ സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട്. കൃഷിഭവന്റെ ആദ്യം എനിക്ക് ഇതിനു വേണ്ടി പോളിയോസ് ഉണ്ടാക്കാനുള്ള പൈസ. പിന്നെ അവിടുത്തെ പച്ചക്കറിക്കൊക്കെ, അല്ല ഇതിനൊക്കെ നട്ട്, ചേനയൊക്കെ നട്ടതിന്റെ പൈസ ഇടവിള കൃഷിയുടെ ഉണ്ടായിരുന്നു. അപ്പൊ
കോവല് എത്ര നാളായി ഇതിട്ടിട്ട്? സാറേ ഞാൻ വന്നതൊക്കെ പിന്നെ വെച്ചതാ. 3 വർഷം പ്രായം. അതിന്റെ തടി കണ്ടു കഴിഞ്ഞാൽ കോവലിന്റെ അടിവശം കണ്ടു കഴിഞ്ഞാൽ ഒരു 10-20 വർഷം പഴക്കമുള്ളതെന്ന് തോന്നുന്നു. കാരണം എങ്ങനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വെള്ളം എടുക്കും? എപ്പം ഇന്ന് പറിച്ചിട്ട് നാളെ മറ്റന്നാൾ നോക്കാമെങ്കിൽ പിന്നെ ഒരു ബക്കറ്റ് നിറച്ച് കിട്ടും. ഒരു ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ 15 കിലോ 15 കിലോ. ഇപ്പം തന്നെ സാറൊന്നും ഇപ്പൊ ഈ കിടക്കുന്നില്ലേ, ഇതെല്ലാം മേളിൽ കിടക്കുക. താഴോട്ട് ഇളക്കിയിട്ട് പറിക്കുമ്പോ എങ്ങനെയാലും ഒരു ബക്കറ്റ് സാധനം ഉണ്ട്, 10 കിലോയിൽ കൂടുതലുണ്ട്. അപ്പൊ ഇത് വിൽക്കുവോ? ആർക്കും കൊടുക്കുന്നില്ല, നമ്മുടെ ആൾക്കാർക്ക് മാത്രം. കൊടുത്താൽ ഒരു 10 രൂപ 15 രൂപ തരുന്നത് ഒരു കിലോയ്ക്ക്. അപ്പം പിന്നെ കൊടുക്കുന്നില്ല. 50 രൂപ ചോദിക്കും. അത് 10 രൂപ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുമോ വിൽക്കുന്നില്ല എന്ന് പറയും. ആർക്കെങ്കിലും കൊടുക്കാം, നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ അയലത്തുകാർക്കോ കൊടുക്കാം. അപ്പൊ അയലത്തുകാരെല്ലാം ഭാഗ്യന്മാരാ. മറ്റേ ചിത്രകീടം വന്നിട്ടുണ്ട്. ബിവേറിയ ഒറ്റസീലിയം മാറി മാറി ഉപയോഗിച്ചാൽ മതി. രാജാൻ പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം അവസാനിച്ച് ഒരു 2-3 വർഷത്തിന് മുമ്പ് കൊറോണ കാലം കഴിഞ്ഞു. കൊറോണ കഴിഞ്ഞ് 2022 തിരിച്ചു വന്നപ്പോൾ ആരംഭിച്ചാണ് ഈ കാണുന്നത്. തിരിച്ചു വന്നപ്പോൾ മുതലേ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ കൃഷിയോട് ഒത്തിരി താല്പര്യമുണ്ട്. കൊച്ചിലെ പോലെ നമുക്ക് താല്പര്യമുള്ള കൃഷിയൊക്കെ, പശു ഉണ്ടായിരുന്നു, കാള ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അന്ന് പോലെ താല്പര്യമുണ്ട്. വേറെ ഒരു ജോലിക്കും പിന്നെ അവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം മനസ്സിന് എപ്പോഴും ഉണ്ടായിരുന്നു ഇത് കൃഷി. ഇവിടെ വന്നിട്ട് കൃഷിയാണ്, വേറൊരു ജോലിക്കും പോകുന്നില്ല. തക്കാളി വരുമ്പോഴുണ്ടല്ലോ അങ്ങ് വെയിറ്റ് കൂടി മറിഞ്ഞു പോകും. ഞാൻ അതിനു വേണ്ടി അതേണ്ടത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. വേറാപ്പിള ഇത് പഴുത്ത് വീഴുന്ന ഇഷ്ടം പോലെ ഉണ്ടാവുന്ന, ഇഷ്ടം പോലെ ഈ പൂക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ഇതങ്ങ് ഒടിഞ്ഞൊടിഞ്ഞ് താഴോട്ട് കിടക്കും. കൊള്ളാമല്ലോ, നല്ല ഗ്രോ ബാഗ് ആണ്. ആ സാറേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാക്കിനകത്താ വെച്ചത്. ചാക്കിനകത്ത് വെച്ചോണ്ട് ചാക്ക് അങ്ങ് പൊടിഞ്ഞു പോയി, ഇതെല്ലാം ആയി കഴിഞ്ഞു. പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം ആദ്യം കാണും ഇങ്ങനെ കൊടുത്തു. പുതിയൊരു ഞാനും ഈ വർഷം ആദ്യമാണ് കണ്ടത്. എന്റെ കയ്യില് മുന്തിരിങ്ങയാണ്. രായിച്ചാന്റെ ഈ മുന്തിരിയിൽ നിന്ന്, ഈ പന്തലിൽ നിന്ന് ഞാൻ പറിച്ചതാണ്. ഒരു മൂട് മുന്തിരിയാണിത്, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഇതൊരു ചെറിയ ഒരു പന്തലുണ്ടാക്കി ഇത് നിറച്ച് കായ്ച്ച് ഇങ്ങനെ കൊലയായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. നമ്മൾ വിചാരിക്കും ഇത് വലിയ പുളിയുള്ളതാണ്. അല്ല, മുന്തിരിങ്ങ പുളിക്കില്ല. ഇത് പുളിക്കാത്ത മുന്തിരിയാണ്. ഇത് വിവിധതരം ചീരകളാണ്. ചീരകൾ ഇതേ കണ്ടില്ലേ, ഒരു ട്രേ പോലെ തോന്നും. പക്ഷേ ഇതും ബാരലാണ്. ബാരൽ നെടുക പിളർന്നിട്ട് ഈ ബാരലിലാണ് ഈ ചീരയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത്. ചീരകളുടെ പച്ചച്ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. ഇതേ ഈ കണ്ടെയ്നറിൽ നിൽക്കുന്നത് ആനക്കൊമ്പൻ എന്ന് പറയുന്ന വെണ്ട ഇനമാണ്. ആനക്കൊമ്പൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ് പോലെ വളരെ നീളമുള്ള വെണ്ടയ്ക്ക ഉണ്ടാവുന്ന ഒരു നാടൻ ഇനമാണ്. കേരളത്തിൻ്റെ ഒരു തനത് ഇനമെന്ന് വേണമെങ്കിൽ പറയാം.